നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. മലയാള നാടകവേദിയെ ജനകീയമാക്കിയ മഹാപ്രതിഭയായിരുന്നു തോപ്പിൽ ഭാസിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി എം.എ. ബേബി. സോഷ്യൽ ഫോറസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനവും കടുവാ ദിനവും ആചരിച്ചു. രാത്രിയിലെ വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസ് സജീവമാകണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. വാർത്തകൾ വിശദമായി. മലയാള നാടകത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ വഴികളെ മാറ്റിപ്പണിത കലാകാരനാണ് തോപ്പിൽ ഭാസിയെന്ന് എം.എ. ബേബി. എങ്ങനെയാണ് ഊർജ്ജമായി മാറേണ്ടത് എന്ന് പറഞ്ഞു തരാതെ ഈ അനുഭവങ്ങളിലൂടെ നമ്മളെ മാറ്റിയെടുക്കാൻ ഇവരുടെയൊക്കെ ജീവിതം എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് എൻ്റെ മാത്രം അനുഭവമല്ല. നിങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പരമുള്ള സ്വന്തം അച്ഛൻ പരമേശ്വരനുള്ള മുതൽ ആ തെക്കൻ തിരുവിതാംകൂറിലെ ഒരുപാട് പരമുള്ളമാരെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിനകത്തുള്ള പരമുള്ള മുതൽ ആ പ്രദേശത്തെ പരമുള്ളയും അല്ലാത്ത കുറേ പിള്ളമാരുടെയും ഒക്കെ തന്നെ ജന്മിത്വ ധാർഷ്ട്യത്തെ എങ്ങനെയാണ് ഇടത് ആശയബോധം, ഇടത് പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് അവരുടെ ജീവിത ബോധത്തെ, അവരുടെ സാംസ്കാരിക അവബോധത്തെ മാറ്റിയെടുത്തത് എന്നുള്ളത് ഒരൊറ്റ കഥാപാത്രത്തിലൂടെ നമ്മളിങ്ങനെ നോക്കിക്കാണുകയാണ്. ഞങ്ങളുടെയൊക്കെ അഭിമാനം അതിൻ്റെ ഒരു ചെറിയ അംശത്തിൽ നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളത്, ഈ അകത്ത് നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളത്, ആ ഓർമ്മ നമ്മളെ സംബന്ധിച്ച് വാക്കിലും പ്രവൃത്തിയിലും മുന്നോട്ടുള്ള ജീവിതത്തിലുമൊക്കെ എത്രമാത്രം സൂക്ഷ്മത, എത്രമാത്രം ജാഗ്രത, കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ ഏറ്റവും ധാർമ്മികമായ ജാഗ്രത, ഏറ്റവും നൈതികമായ ജാഗ്രത പുലർത്താൻ മനുഷ്യർ എത്രമാത്രം തുറന്ന കണ്ണുകളോടെ തുറസായ ബോധമണ്ഡലത്തിലൂടെ ജീവിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അവരുടെ വിജയം. കേരള സംഗീത നാടക അക്കാദമി, സ്വരലയ പാലക്കാട്, ജില്ലാ പബ്ലിക് ലൈബ്രറി, പുരോഗമന കലാസാഹിത്യ സംഘം, യുവകലാസാഹിതി എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ഒരു മഹാരാഷ്ട്രീയ സാംസ്കാരിക സാന്നിധ്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വരലയ പ്രസിഡന്റ് എൻ കൃഷ്ണദാസ് അധ്യക്ഷനായി. പ്രൊഫസർ എ.ജി. ഒലീന മുഖ്യപ്രഭാഷണം നടത്തി. തോപ്പിൽ ഭാസി ഓർമ്മ ചിത്രങ്ങളുടെ പ്രദർശനം അദ്ദേഹത്തിന്റെ മക്കളായ അഡ്വക്കേറ്റ് തോപ്പിൽ സോമൻ, മാല തോപ്പിൽ സുരേഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സി.പി. പ്രമോദ്, ആർ. ശാന്തകുമാരൻ, ടി.ആർ. അജയൻ എന്നിവർ സംസാരിച്ചു. തോപ്പിൽ ഭാസിയും നാടകവും സെമിനാർ കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. KPAC മുൻ ചെയർമാൻ കെ ഇസ്മയിൽ അധ്യക്ഷനായി. നടൻ ടി.ജി. രവി, കൈരളി എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രൻ, MC ഗംഗാധരൻ, ജയരാജൻ എന്നിവർ സംസാരിച്ചു. തോപ്പിൽ ഭാസി എന്ന ചലച്ചിത്രകാരൻ സെമിനാർ ബൈജു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ C.P. ചിത്രഭാനു അധ്യക്ഷനായി. ഡോക്ടർ P.R. ജയശീലൻ, M. ശിവകുമാർ, കെ കരുണാകരൻ, എസ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട്ടെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയും നടന്നു. സംവിധായകൻ പ്രൊഫസർ പി ഗംഗാധരൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കേന്ദ്ര കലാസാഹിതി പ്രസിഡന്റ് KA നന്ദജൻ അധ്യക്ഷനായി. ടി.ആർ. അജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. വിമല വേണുഗോപാൽ, രവി പുത്തൂർ, രവി തൈക്കാട്, ടി.ഡി. സുജിത് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം മന്ത്രി M.B. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. EN സുരേഷ് ബാബു അധ്യക്ഷനായി. ഗീതാ നസീർ മുഖ്യ പ്രഭാഷണം നടത്തി. ജോസ് ബേബി, TK നാരായണദാസ്, പ്രതിഭ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ എറണാകുളം റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനവും കടുവാ ദിനവും ആചരിച്ചു. അതുപോലെ ലോക സമുദ്രത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ളവർക്ക് സമ്മാനദാനം, ഇങ്ങനെ ഒന്ന് രണ്ട് പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ചേർന്നിരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള എറണാകുളം റീജിയൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീമതി ഗീതാദേവി മാഡം, സ്വാഗതം ആശംസിച്ച പാലക്കാട് ഫോറസ്റ്റ് ഓഫീസിലെ VS ഭദ്രകുമാർ, ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ചേർന്നിരിക്കുന്ന കൊച്ചുമിടുക്കി അനന്യ വിശേഷ്,
കോളേജ് പ്രിൻസിപ്പൽ ജയരാമന്റെ അധ്യക്ഷതയിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ KR വീണാദേവി ഉദ്ഘാടനം ചെയ്തു. ലോക സർപ്പ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പത്തിരിപ്പാല ഗവൺമെന്റ് കോളേജ് NSS യൂണിയന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ NSS പ്രോഗ്രാം കോർഡിനേറ്റർ അജിത, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ എന്നിവർ സംസാരിച്ചു. കടുവ സംരക്ഷണത്തിലൂടെ പ്രകൃതി സംരക്ഷണം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന വിഷയത്തിൽ കുമാരി അനന്യ വിശ്വേഷ് ക്ലാസ് നയിച്ചു. നമ്മൾക്ക് ഈ ടൂറൊക്കെ പോണെങ്കിൽ കാർഡ് ഉണ്ടാവണോ? കാർഡ് വേണോ വേണ്ടേ? അപ്പൊ കാർഡ് ഇല്ലെങ്കിൽ ടൂർ എങ്ങനെ പോകും? അപ്പൊ നമ്മൾ കാർഡിന് പ്രൊട്ടക്ട് ചെയ്താലേ നമ്മൾക്ക് ഫാമിലിന്റെ ഒപ്പം ടൂറൊക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ടൂറൊക്കെ പോണത് ആ സ്ഥലത്തിന്റെ റൂൾസ് ഫോളോ. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പകൽ സമയത്തെ ഉപയോഗത്തിന് മാത്രമായി നിരക്ക് കുറയ്ക്കാനും രാത്രിയിലെ നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ടെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഭൂരിഭാഗം വീടുകളിലും സ്മാർട്ട് മീറ്ററുകളായി. അതിനാൽ ഓരോ സമയത്തെയും വൈദ്യുതി ഉപയോഗം കണക്കാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗം കുറവാണ്, രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനായാണ് ഈ സമയത്തെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നതെന്നും കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. കേരളത്തിൽ ആണവ നിലയം പദ്ധതി ആരംഭിക്കാൻ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല. ഇക്കാര്യം സർക്കാരിന്റെ നയപരമായ കാര്യമാണ്. കൂടുതൽ ചർച്ചകൾക്കു ശേഷമേ തീരുമാനമെടുക്കൂ. ആണവ നിലയം സംസ്ഥാനത്തിന് പുറത്ത് സ്ഥാപിച്ചാലും കേരളത്തിന് വൈദ്യുതി വിഹിതം കിട്ടുമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാവണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ നമ്മുടെ ജില്ലകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലുപരിയായി ഇത്തവണ നമ്മൾ വളരെ വിജിലന്റായി ടീമായി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ശക്തമായ രീതിയിൽ കൂട്ടമായി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹിളാ യൂത്ത് കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത് സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ്. സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുന്നവർ സ്ത്രീ സംവരണം അട്ടിമറിക്കുകയാണ്. സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സജീവ പ്രവർത്തനം താഴേക്കിടയിലും വ്യാപകമാക്കണമെന്നും സുബൈദ മുഹമ്മദ് പറഞ്ഞു. പാർലമെന്റിലും നിയമസഭകളിലും 33% സംവരണം ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PP പാഞ്ചാലി, TD ഗീത ശിവദാസ്, VA റഹ്മത്ത്, KA ഷീബ, ഇന്ദിരാദേവി ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറി വിജയലക്ഷ്മി, ജില്ലാ ട്രഷറർ ഉഷ പാലാട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ആലീസ് ജോസഫ്, ജില്ലാ ട്രഷറർ ശാരദ തുളസിദാസ് എന്നിവർ സംസാരിച്ചു. കേരളത്തിന് 3ാം വന്ദേ ഭാരത് പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ. എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് നടത്തുക. ഈ മാസം 31-ന് ആദ്യ സർവീസ് നടക്കും. 12 സർവീസുകളുള്ള സ്പെഷ്യൽ ട്രെയിൻ ആയിട്ടാണ് ഓടുക. എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 12:50 പുറപ്പെട്ട് രാത്രി 10 മണിക്ക് ബാംഗ്ലൂർ എത്തിച്ചേരുന്ന ട്രെയിൻ അടുത്ത ദിവസം പുലർച്ചെ 5:30 ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് എത്തും. ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിൽ ബാംഗ്ലൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കും സർവീസ് നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഓണത്തിന് മുമ്പ് കേരളത്തിന് 3ാം വന്ദേ ഭാരത് സർവീസ് അനുവദിക്കുമെന്ന് നേരത്തെ റെയിൽവേ വ്യക്തമാക്കിയിരുന്നു. പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ബാംഗ്ലൂരുവിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് ഗുണകരമാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, പോത്തന്നൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ബാംഗ്ലൂരു എന്നിവിടങ്ങളാണ് സ്റ്റോപ്പുകൾ. തിരുവനന്തപുരം, കാസർഗോഡ്, ബാംഗ്ലൂരു, തിരുവനന്തപുരം റൂട്ടുകളിലാണ് 2 ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. എറണാകുളം ബാംഗ്ലൂരു സർവീസ് പ്രായോഗികമാണെന്ന് റെയിൽവേ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം സ്പെഷ്യൽ ട്രെയിനായി സർവീസ് നടത്തിയ ശേഷം മാത്രമേ സ്ഥിരമായി ഓടിക്കാമോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. കാവിൽപ്പാടിൽ കാർഗിൽ ദിനാചരണം നടത്തി. കാർഗിൽ ദിനാചരണം കാവിൽപ്പാട് തെക്കുംപുറത്ത് ശങ്കരോടത്ത് കോവിലകത്തെ വടക്കേ പറമ്പിൽ വീരബലിദാനികളുടെ സ്മരണാർത്ഥം നിർമ്മിച്ച നായിക് PK നായർ മെമ്മോറിയൽ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. ഭാരതീയ സൈനികരുടെ യുദ്ധ സ്മാരകത്തിൽ കാർഗിൽ ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും നമസ്കാരവും നടന്നു. മുൻ സൈനികരും പ്രദേശവാസികളും ഉൾപ്പെടെ കാർഗിൽ വിജയ ദിവസ് ചടങ്ങിൽ സംബന്ധിച്ചു. ശങ്കരോടത്ത് കോവിലകം അമ്പോറ്റി തമ്പുരാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ.
സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ജീവിതാനുഭവങ്ങളെ കാച്ചിക്കുറുക്കി ചാലിച്ചെഴുതുന്നതാണ് ഹൃദയസ്പർശിയായ കവിതകളെന്ന് സംഗീതജ്ഞൻ AV വാസുദേവൻ പോറ്റി. എന്നോട് പറഞ്ഞത് നിങ്ങളതൊന്ന് ശേഖരിക്കണം, നമുക്കൊരു ബുക്കാക്കാം. അങ്ങനെ ആദ്യ ബുക്ക് NSSന്റെ ഹെൽപ്പോട് കൂടി ഇറക്കി. രണ്ടാമത് ഒന്നുകൂടി ബുക്ക് ഇറക്കി. ഇപ്പൊ ഇതാ ഒരു കവിത ഓഡിയോ രൂപത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഒരു പൂ ചോദിച്ചപ്പോൾ സർവേശൻ എനിക്കൊരു പൂമരം തന്നിരിക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങൾക്കും ഇടയിൽ ഇത്തരത്തിൽ അല്പം സന്തോഷമുള്ള നിമിഷങ്ങളാണ് എനിക്കുള്ളത്. അതിലൊരുപാട് പേരുടെ സഹായം, ഒരുപാട് പേര് പറഞ്ഞാൽ കഴിയില്ല, അത്രയും ആളുകളുടെ ഹെൽപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംരംഭത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായ രണ്ടാൾക്കാർ, ഒന്ന് ജയനും ശ്രീ സോമോട്ടനുമാണ്. ജീവിതത്തിന്റെ അനുഭാവങ്ങൾ കാച്ചിക്കുറുക്കി ചാലിച്ചെഴുതുന്നതാണ് ഹൃദയഹാരിയായ കവിതകളെന്ന് ഗാനരചയിതാവും സംഗീതജ്ഞനുമായ AV വാസുദേവൻ പോറ്റി. രാജേന്ദ്രൻ മാന്നാട്ടിൽ രചിച്ച ഹൃദയതാളം കവിതാ സമാഹാരത്തിന്റെ ഓഡിയോ വെർഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഉള്ളവർക്കേ നല്ലൊരു എഴുത്തുകാരനും കവിയുമാവാൻ കഴിയുകയുള്ളൂവെന്നും AV വാസുദേവൻ പോറ്റി പറഞ്ഞു. കല്ലേക്കുളങ്ങര പൂജാനഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി ഗോപിനാഥ് അധ്യക്ഷനായി. PC പിള്ള, മേജർ സുധാകരൻ പിള്ള, അമ്മുക്കുട്ടി, സുമ, സോമൻ കുറുപ്പത്ത് എന്നിവർ പ്രസംഗിച്ചു. രചയിതാവ് രാജേന്ദ്രൻ മാന്നാട്ടിൽ മറുപടി പ്രസംഗം നടത്തി. അണിയറ ശില്പികളായ ഗാനരചയിതാവ് രാജേന്ദ്രൻ മാന്നാട്ടിൽ, സംഗീത സംവിധായകൻ സജിത് ശങ്കർ, ഗായകരായ സുമേ കല്ലേക്കുളങ്ങര, വിഷ്ണുദാസ് കല്ലേക്കുളങ്ങര, ഐഡിയ സ്റ്റാർ സിംഗർ അനിൽകുമാർ കല്ലേക്കുളങ്ങര, ഓടക്കുഴൽ വിദ്വാൻ ജയൻ കല്ലേക്കുളങ്ങര എന്നിവരെ മൊമെന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു KK അംബുജാക്ഷൻ എന്ന് ഡോക്ടർ കല്യാൺ ഉൽപ്പിലാക്ഷൻ. KK അംബുജാക്ഷൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDP ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് അധ്യക്ഷത വഹിച്ചു. അവാർഡ് ജേതാവ് VK ശ്രീധരന് സമിതിയുടെ 2024 സ്മൃതി പുരസ്കാരം ഡോക്ടർ കല്യാൺ ഉൽപ്പലാക്ഷൻ സമ്മാനിച്ചു. KG ശിവാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മിസ്സിരീസ് പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തണമെന്ന ആവശ്യത്തിന് ജനകീയ മുഖം നൽകാൻ ഏറെ പ്രയത്നിച്ച വ്യക്തിയായിരുന്നു അംബുജാക്ഷൻ എന്ന് KG ശിവാനന്ദൻ ഓർമ്മിച്ചു. ഏറ്റവും യോഗ്യനായ വ്യക്തിയെ തന്നെയാണ് ഇത്തവണത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് എന്ന് P രാമൻകുട്ടി പറഞ്ഞു. PA സീതി മാസ്റ്റർ പ്രശംസാപത്രം സമ്മാനിച്ചു. CS തിലകൻ, മുരളീധരൻ ആനപ്പുഴ, C നന്ദകുമാർ, TK ശക്തിധരൻ, ഷംസുദ്ദീൻ വാത്തിയടത്ത്, കുഞ്ഞു മുഹമ്മദ് കണ്ണേഴത്ത്, PK ധർമ്മരാജ്, കിഷോർ ബാബു എന്നിവർ സംസാരിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മികച്ച വിജയം കൈവരിച്ച 5 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. അംബുജാക്ഷനുമായി അടുത്തവരും സുഹൃത്തുക്കളും ഒത്തുകൂടിയ യോഗത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനും പ്രകൃതി സംരക്ഷണത്തിനും അദ്ദേഹം ചെയ്തുവെച്ച നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചർച്ചയായി. യഥാർത്ഥ പ്രാദേശിക ചരിത്ര സത്യങ്ങൾ കണ്ടെത്തി പുതുതലമുറയ്ക്ക് പങ്കുവച്ചതും അന്യമായി കൊണ്ടിരിക്കുന്ന നാട്ടറിവുകളെ സമൂഹത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളും ചർച്ചയായി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പിരാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊഴുന്തിരപ്പള്ളിയിൽ കേന്ദ്ര ധനമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ചു നൽകി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ബിനാഷിർ അധ്യക്ഷത വഹിച്ചു. പിരാരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ചു. INTUC പിരാരി മണ്ഡലം പ്രസിഡന്റ് ഷബീർ സ്വാഗതം പറഞ്ഞു. M കൃഷ്ണൻ, ശശി ശേഖരൻ, ചാമി, സജീവൻ, രാജു, റുബൈസ്, മുനീർ, ശശികുമാർ, നിഷാദ് എന്നിവർ സംസാരിച്ചു. സദാം ഹുസൈൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി.
കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഉണ്ണിയാൽ ഷാപ്പുംപടി ഭാഗത്ത് കാറിന് തീപിടിച്ച് അപകടം. കരുവാരക്കുണ്ട് സ്വദേശി സമീറിന്റെ കാറിന്റെ മുൻഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രി 7:45 കൂടിയാണ് സംഭവം. സമീർ കുടുംബവുമായി കാഞ്ഞിരപ്പുഴയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് അപകടമുണ്ടായത്. വാഹനം ഓഫാവുകയും തുടർന്ന് പുക കാണുകയും ചെയ്തപ്പോൾ സമീർ തന്റെ ഫാമിലിയെ വാഹനത്തിൽ നിന്ന് ഇറക്കി സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റി. ഉടൻ തന്നെ മണ്ണാർക്കാട് ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘം ഉടനെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചുവെങ്കിലും അവർ എത്തുന്നതിന് മുൻപ് തന്നെ ട്രോമാ കെയർ അംഗങ്ങൾ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചേർന്ന് സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ തീ പെട്ടെന്ന് അണയ്ക്കുവാനായി. ഇവരുടെ സമയോചിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യതയിൽ തത്തേങ്ങലത്ത് സന്ദർശകരുടെ പ്രവാഹം. കാടിന്റെ പച്ചപ്പും പാറക്കെട്ടുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന കാട്ടരുവികളും കുന്തിപ്പുഴയും ഒരുക്കുന്ന മനോഹാരിതയാണ് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലത്ത് സന്ദർശകരെ ആകർഷിക്കുന്നത്. സൈലന്റ് വാലിയുടെ മറുവശത്തെ മലയുടെ താഴ്വാരമാണ് തത്തേങ്ങലം ഗ്രാമം. പാറക്കെട്ടുകൾക്കിടയിലൂടെ നുരഞ്ഞ് പതഞ്ഞൊഴുകുന്ന ചെറു കാട്ടരുവികളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണീയത. മഴക്കാലമായതോടെ അരുവികളിലെല്ലാം നല്ല ഒഴുക്കുണ്ട്. തെളിമയാർന്ന വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി പതഞ്ഞ് പൊങ്ങിവരുന്ന കാഴ്ച മനോഹരമാണ്. അതോടൊപ്പം കാടിന്റെ വശ്യതയും മലയിൽ ഇടയ്ക്കിടെ രൂപപ്പെടുന്ന കോടമഞ്ഞും കണ്ണിനും മനസ്സിനും സുഖം പകരും. 2018 വെള്ളപ്പൊക്കത്തിൽ കുന്തിപ്പുഴയിൽ രൂപം കൊണ്ട ബീച്ചും ഇവിടെയാണ്. ബീച്ചിന്റെ പഴയ സൗന്ദര്യം മങ്ങിയെങ്കിലും ഇപ്പോഴും സന്ദർശകർ എത്തുന്നുണ്ട്. കാഴ്ച മനോഹരമാണെങ്കിലും അപകട സാധ്യത ഏറെയാണ്. പ്രകൃതി ഒരുക്കിയ മനോഹാരിത സുരക്ഷിതമായി ആസ്വദിക്കാൻ പഞ്ചായത്തും വനംവകുപ്പും പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തുന്നത്. ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയാൽ സർക്കാരിന് വരുമാനവും സന്ദർശകർക്ക് സുരക്ഷയും ഉറപ്പിക്കാനാവും. പ്രമുഖ ഗാന്ധിയനും സർവോദയ കേന്ദ്രത്തിന്റെ പ്രഥമ ചെയർമാനുമായിരുന്ന ഭീമൻ ഗുരുജി കേരളത്തിലെ ഗാന്ധിയൻ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ആചാര്യനായിരുന്നുവെന്ന് മുൻ മന്ത്രിയും സർവോദയ കേന്ദ്രത്തിന്റെ ചെയർമാനുമായ VC കബീർ അഭിപ്രായപ്പെട്ടു. രാമശ്ശേരി ഗാന്ധി ആശ്രമവും ഭീമൻ ഗുരുജിയുടെ കുടുംബവും ചേർന്ന് അകത്തേത്തറ മിൽക്ക് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ യോഗത്തിൽ മുൻ MLA KA ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ശബരി ആശ്രമം പ്രതിനിധി V സുബ്രഹ്മണ്യൻ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ C രാജേഷ്, പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ, പ്രൊഫസർ K സുരേഷ് ബാബു, ശ്രീകുമാർ നൂറനാട്, മുരളി അമ്പാട്ട്, N ഭാവദാസ്, വേണു, ഡിബിൻ കുമാർ, ഭീമൻ ഗുരുജിയുടെ മക്കളായ നാരായണൻ, ഗോവിന്ദനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഭീമൻ ഗുരുജി വാർത്ത സേവാഗ്രാമം ആശ്രമത്തിൽ അന്തേവാസിയായി ഗാന്ധിജിയിൽ നിന്ന് നേരിട്ട് പരിശീലനം ലഭിച്ചതിനു ശേഷമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഗാന്ധിയൻ രചനാത്മക പദ്ധതിയുടെയും ഭാഗമായി കേരളത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രവർത്തനം, ഖാദി വിദ്യാലയങ്ങളിൽ പരിശീലനം, ഗാന്ധിയൻ സർവോദയ ഗ്രന്ഥരചന, ബാലസാഹിത്യ രചന തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച് സർവോദയ സമൂഹരചനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ഭീമൻ ഗുരുജി സ്വന്തം ചർക്കയിൽ നൂറ്റ നൂലിൽ നെയ്തെടുത്ത ഖാദി വസ്ത്രമാണ് ജീവിതാവസാനം വരെ ഉപയോഗിച്ചത്. 1917 മെയ് മാസം 18 തെരൂർ കുന്നത്ത് വീട്ടിൽ കൃഷ്ണൻ നായരുടെയും മാങ്ങോടിയമ്മയുടെയും 7 മക്കളിൽ 6ാമനായാണ് ജനനം. 1946 വാർദ്ധ സേവാഗ്രാമം ആശ്രമത്തിൽ പരിശീലനം നേടുന്നത്. കേരളത്തിന്റെ ബർദോളി എന്ന് പേരുകേട്ട അകത്തേത്തറയിൽ വെച്ച് 2005 ജൂലൈ 24 ഗാന്ധിമാർഗ പ്രവർത്തകരുടെ ഗുരുജി ഓർമ്മയായി. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ,
ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അത് അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്, കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. മുസ്ലിം സർവീസ് സൊസൈറ്റി മധ്യമേഖലാ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മതേതര സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അത്തരം പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും മുസ്ലിങ്ങൾ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ തയ്യാറായാലേ രാജ്യത്ത് വലിയ ഭീഷണി ഉയർത്തുന്ന ഫാസിസത്തെയും വർഗീയതയും നേരിടാനും പരാജയപ്പെടുത്താനും കഴിയുകയുള്ളൂവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ മുന്നേറ്റം മാനവികതയിലൂടെ എന്ന പ്രമേയത്തിൽ നടന്ന സമ്മേളനത്തിൽ MSS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ P. ഉണ്ണീൻ അധ്യക്ഷനായി. വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ മുഖ്യാതിഥിയായി. KNM വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണവും MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി P. മുഹമ്മദ് കോയ പ്രമേയ പ്രഭാഷണവും നടത്തി. അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, PT മൊയ്തീൻകുട്ടി, നിയാസ് പുളിക്കലകത്ത്, TK അബ്ദുൽ കരീം, സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് PK അബൂബക്കർ, ജനറൽ കൺവീനർ TS നിസാമുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളന സപ്ലിമെന്റ് മുൻ സംസ്ഥാന പ്രസിഡന്റ് PV അഹമ്മദ് കുട്ടി പ്രകാശനം ചെയ്തു. തുടർന്ന് വനിതാ സമ്മേളനം, യുവജന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം എന്നിവയും നടന്നു. സാമൂഹ്യ പ്രവർത്തനത്തിന് സ്ത്രീ ശക്തി എന്ന വിഷയം ഐഷ ഫർസാനയും സാമൂഹ്യ മുന്നേറ്റത്തിന്റെ വേറിട്ട വഴികൾ എന്ന വിഷയം ഡോക്ടർ റാഷിദ് ഗസാലിയും അവതരിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ P. മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് ഓണം പിള്ളി മുഹമ്മദ് ഫൈസി, PK മുഹമ്മദ്, ഷംസുദ്ദീൻ അറക്കൽ, ബഷീർ മൗലവി, സത്താർ ദാരിമി, സുലൈമാൻ അസ്ഹരി, KP ഫസലുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ സെഷനുകളിൽ ഡോക്ടർ അഹ്സൻ ബാബു, P. ഹസൻ ഹാജി, അഡ്വക്കേറ്റ് KSA ബഷീർ, PE മിർസ വാഹിദ്, KV മുഹമ്മദ് കുട്ടി, ഹമീദ് കൊമ്പത്ത്, MP ബഷീർ, KK മുഹമ്മദ് യൂസുഫ്, KS അലിം രാജ്, സാദിഖ് വട്ടപ്പറമ്പത്ത്, KH ഫഹദ്, ആശ അഷ്റഫ്, സൗജത്ത് തയ്യിൽ, നസ്ല ബഷീർ, നൌഷാദ് തെക്കുബുറം, സക്കരിയ, KK സഫ്വാൻ, C. ഷൗക്കത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നായി 600-ലേറെ പ്രതിനിധികൾ മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടായി ചേന്നങ്ങാട് പല്ലൂർക്കാവിൽ അമ്മയും മകനും മരിച്ച നിലയിൽ. ചിന്ന, മകൻ ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് രാവിലെ 7ഓടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മ വീട്ടിലും മകൻ വീടിനു സമീപത്തെ വളപ്പിലെ മരത്തിലും തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ചിന്ന 3 ദിവസമായി പനി ബാധിച്ച് കോട്ടായിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ചിന്നയുടെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാള നാടകവേദിയെ ജനകീയമാക്കിയ മഹാപ്രതിഭയായിരുന്നു തോപ്പിൽ ഭാസിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി. സോഷ്യൽ ഫോറസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക പ്രകൃതി സംരക്ഷണ ദിനവും കടുവാ ദിനവും ആചരിച്ചു. രാത്രിയിലെ വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസ് സജീവമാകണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.